ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ടോപ്പിക് ഒരു പ്രത്യേക ടൈപ്പ് എൽബോ ഫ്രാക്ചറിനെ പറ്റി സംസാരിക്കാനാണ്. അതായത് ഒരു പ്രായമുള്ള അമ്മച്ചി, ഒരു ഏകദേശം 75 വയസ്സായ അമ്മച്ചിയാണ്. വീണിട്ട് ആളുടെ തൊടയുടെ എല്ലും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ കൈയുടെ മുട്ടും എല്ലും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഹിപ്പിന്റെ ഫ്രാക്ചറെ. സോ ഇങ്ങനെ ഫ്രാക്ചേഴ്സ് വരുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുക. ഹിപ്പ് ജോയിന്റിന് ഫ്രാക്ചർ ഫിക്സ് ചെയ്തിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് കൈയുടെ മുട്ടിന് ഫ്രാക്ചർ നമ്മൾ ഫിക്സ് ചെയ്യുക. നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 സർജറി ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് കുറച്ച് ഹൈ റിസ്ക് ആണ്. സോ നമ്മൾ ഹിപ്പിന്റെ ഫ്രാക്ചർ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഒരു റോഡ് വെച്ച് ഉറപ്പിച്ചു. ബട്ട് ഇന്നത്തെ ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനല്ല. ആളുടെ മുട്ടിന്റെ എക്സ്റേ കണ്ടോ, ഒരു സിവിയർലി കമ്മ്യൂണിറ്റഡ് എക്സ്റേ ആണ്. ഇപ്പൊ ഇത് നമ്മളുടെ ആം, ഇത് നമ്മുടെ ഫോർ ആം, നമ്മുടെ എൽബോ ജോയിന്റിന് അവിടെയാണ് ഫ്രാക്ചർ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയത് 3 കഷ്ണമായിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ, ഇത് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ ഫ്രാക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ശരിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് കൈ അനക്കാൻ ബുദ്ധിമുട്ട് വരും. സോ ഈ ജോയിന്റ് കണ്ടോ, ഈ ജോയിന്റിനകത്ത് 2 കഷ്ണുണ്ട്. അത് സ്റ്റേബിലൈസ് ചെയ്താലാണ് ഓപ്റ്റിമലായിട്ട് ഫംഗ്ഷൻ കിട്ടുക. നൗ ഇതിന് മുമ്പ് നമുക്കൊരു CT സ്കാൻ വേണം. നമ്മൾ CT സ്കാൻ എടുക്കാൻ കാരണം എന്താ, നമുക്ക് 3 ഡയമെൻഷനലായിട്ട് ഇമേജ് കാണണം. കണ്ടോ, ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജാണ്. ഇത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ഫോറാം, ഇവിടെ ഒരു വലിയ കഷ്ണുണ്ട്, ഇതൊരു മെയിൻ കഷ്ണുണ്ട്, ഇത് വേറെ വ്യൂ ആ. കണ്ടോ, മാർക്കറ്റ്ലി ഡിസ്പ്ലേസ് ഫ്രാക്ചർ. ഇത് ജോയിന്റിനകത്ത് എല്ല് പൊട്ടിയിട്ടുണ്ട്, ഇത് ബാക്കിൽ നോക്കുമ്പോൾ. സോ ഇത് കമ്പ്യൂട്ടർ ജനറേറ്ററായ കാരണം നമുക്ക് 3 ഡയമെൻഷനലായിട്ട് ഇത് കാണാം. അതാണ് ഈ ഇമേജസ് ഉള്ളത്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാത്. കണ്ടോ, വേറൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പുറത്തുള്ള ഭാഗത്ത് നോക്കുമ്പോഴാണ് ഇത് നമുക്ക് കാണാം. ഇത് ഭയങ്കര ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, സോ ഇങ്ങനത്തെ ഫ്രാക്ചേഴ്സ് വരുമ്പോൾ CT സ്കാൻ മസ്റ്റ് ആയിട്ട് വേണം. ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ സർജിക്കൽ പ്ലാനിങ് തെറ്റും. പ്ലാനിങ് തെറ്റിയാൽ നമ്മുടെ റിസൾട്ടും അതനുസരിച്ച് മോശമാവും. സോ നമ്മൾ എന്താ ചെയ്തത്, നമ്മളിത് കമ്പി വെച്ച് ഉറപ്പിച്ചു. കണ്ടോ, ഈ പൊട്ടിയ ഭാഗം നമ്മൾ സ്ക്രൂ വെച്ച് ഉറപ്പിച്ചു, 2 പ്ലേറ്റ് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എക്സ്റേ നമ്മൾ സൈഡിൽ നോക്കുമ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ജോയിന്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സോ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ പൊട്ടിയ എല്ല് പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിച്ചു. 5 ദിവസം കൊണ്ട് കൈ അനക്കാൻ തുടങ്ങി. ബിക്കോസ് നമ്മൾ ഉറപ്പിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റർ മാത്രം ഇട്ടാൽ ഇത് സ്റ്റിഫാവും. സ്റ്റിഫ്നെസ് വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കൈ അനക്കാൻ പറ്റും. സോ ആദ്യം ഇങ്ങനെ എടുത്ത എക്സ്റേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നേരെ നോക്കുമ്പോൾ കണ്ടോ, സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ എടുത്ത എക്സ്റേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല റിസൾട്ടാണ്. ഇതിപ്പോൾ ഏകദേശം 6 മാസമായി ചെയ്തിട്ട് അമ്മച്ചി ഇപ്പം നടക്കാൻ തുടങ്ങി, കൈ അനക്കാനും തുടങ്ങി. താങ്ക്